ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് എന്നത്തെയും പോലെ ഇതെന്നും നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതേ കുറച്ച് നേരം ഇങ്ങനെ മഴയത്ത് നോക്കിയൊക്കെ ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ അതായത് നമുക്ക് 2 ആടുകളുള്ളൂ കേട്ടോ. ബാക്കി എല്ലാത്തിനും നമ്മളിങ്ങനെ കൊടുത്തായിരുന്നു. ഇപ്പോൾ 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഇശൽ ഇവിടെ കിടന്ന് ഉറങ്ങണേണ്. ഇശലിന് തീരെ വയ്യ. അപ്പോൾ ആൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകണില്ല കേട്ടോ. ഇപ്പോൾ ഒരു തൊണ്ടവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇശലിന് തൊണ്ടവേദനയും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് പോകണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാൻ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ തലേന്ന് ഞാൻ ഇവിടെ ദോശയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് നല്ല മസാല ദോശയുണ്ട്. അപ്പോൾ ഇന്ന് ഓഫീസിലും ഇശലിന് സ്കൂളിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും മസാല ദോശയാണ്. അപ്പോൾ ഇശൽ സ്കൂളിൽ പോകുന്നുണ്ട്. ട്യൂഷൻ ക്ലാസ്സിൽ ഇങ്ങനെ രാവിലെ എണീച്ച് പോകണ്ടാലോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി ദോശക്കുള്ള പരിപാടിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ ദോശമാവ് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണേണ്. അതാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇനി സാമ്പാർ വെക്കണം. അപ്പോൾ സാമ്പാർ ഇവിടെ മസ്റ്റാണ്. സാമ്പാർ പിന്നെ നമ്മൾ ഇഡ്ഡലിയും ദോശ എന്തായാലും സാമ്പാർ വേണമല്ലോ. പിന്നെ ഇന്ന് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതിന് പകരം ഞാൻ തക്കാളി ചട്നിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ മസാലക്ക് ദോശയ്ക്ക് വേണ്ടിയുള്ള ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ റെഡിയാക്കി ചായയും കുടിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ അതേ ഇവിടെ മസാല ദോശക്കുള്ള ഉരുളക്കിഴങ്ങ് എടുക്കണേണ്. അപ്പോൾ സാമ്പാറിൽ ഞാൻ അധികം ഉരുളക്കിഴങ്ങ് ഇടണില്ല, ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ മസാല ദോശയിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ അധികം ഒന്നും അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ, എന്തൊക്കെയുണ്ട്, അവിടെയൊക്കെ മഴയുണ്ടോ, എല്ലാവരുടെ വിശേഷം. കാരണം എനിക്കിപ്പോൾ മുമ്പുണ്ടായ വ്യൂവേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ആരുടെ വിശേഷങ്ങളൊന്നും ഞാൻ അറിയാറില്ല. മറ്റേത് കമൻസൊക്കെ അയക്കുമ്പോൾ തിരിച്ചങ്ങോട്ട് വീഡിയോ കണ്ട് കമൻസൊക്കെ അയക്കുമ്പോൾ അങ്ങനെ വിശേഷങ്ങളെല്ലാം അറിയാറുണ്ട്. ഇപ്പം കുറേ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇടാത്തതുകൊണ്ടൊക്കെ ആയപ്പോൾ വ്യൂവേഴ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോയി. അപ്പോൾ പഴയമുള്ളവരൊന്നും ആരുമില്ല. കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇവിടെ ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കണേ. അപ്പോൾ നാസ്ത ഇഡ്ഡലിയാണ്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കണം, മസാല ദോശ. അപ്പോൾ അതേ ഇഡ്ഡലി ഞാൻ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അത് ആവി കൊള്ളാൻ വേണ്ടി വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും എൻ്റെതും ശരിയായിട്ടില്ല. മറ്റേ കഫക്കെട്ടിൻ്റെ ഭയങ്കര പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതും ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ അത് ആവി കൊള്ളാൻ വേണ്ടിയിട്ട് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒന്ന് ആവി കൊള്ളണം. കാരണം മുഖമൊക്കെ ഭയങ്കര വേദന, കഫക്കെട്ട് വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഭയങ്കര വേദന ആയിരിക്കുമല്ലോ. എനിക്ക് അത്രയും വേദന ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ പോകണമല്ലോ, അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ നോക്കണമല്ലോ, അപ്പോൾ ഒരു ശ്രദ്ധ വേണം. അപ്പോൾ ഇങ്ങനെ വേദനയൊക്കെ എടുത്തുകൊണ്ട് ഒട്ടും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആവി കൊള്ളാൻ വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇനി സാമ്പാർ വെക്കാൻ വേണ്ടി പോണേ. അപ്പോൾ എൻ്റെ സാമ്പാർ വെക്കൽ രീതി ഇങ്ങനെയാണ് കേട്ടോ. അതേ പരിപ്പിട്ട്, സവാള ഇട്ട്, പച്ചമുളകും കുറച്ച് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് പരിപ്പ് വേവിക്കാൻ വേണ്ടി വെച്ചേക്കണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചൂടുവെള്ളമൊക്കെ അവിടെ വെച്ച് അപ്പം ഞാൻ ആദ്യം ഒന്ന് ആവി കൊള്ളാൻ വേണ്ടിയിട്ട് പോണേണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആവിയൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം സവാളയിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിവിടെ ചീനച്ചട്ടി ഒന്ന് ചൂടായി കടുകൊക്കെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാളയും പച്ചമുളകും ഒരു ചെറിയൊരു വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തേക്കണത്, അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് വഴന്ന് വരണം. എന്നിട്ട് അതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടി എന്ന് പറയുമ്പോൾ അധികമൊന്നുമില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചാറ്റ് മസാലപ്പൊടിയും ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനത് ഇടുന്നത്. അപ്പോൾ ഇതേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇതിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണേണ്. ഇനിയിപ്പോൾ നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും വെന്തതും കൂടെ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ തന്നെ ഇട്ട് നമുക്കൊന്ന് ഉടച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ ഉപ്പൊക്കെ നമ്മൾ വേവിച്ചപ്പോൾ ഇട്ടല്ലോ, പിന്നെ ഇനി ഉപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി ബാക്കി. അപ്പോൾ ഇതേ എൻ്റെ ഇവിടെ ഞാൻ അതിങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ. ഇങ്ങനെ ഉടച്ചുടച്ച് ഇങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ടുള്ള ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ രാവിലെ പോകും, വൈകിട്ടാകുമ്പോൾ 6-7 മണിയാകുമ്പോൾ തിരിച്ചെത്തും. അത് കഴിയുമ്പോൾ ട്യൂഷൻ പിള്ളേർ വരും. ട്യൂഷൻ പിള്ളേർ അധികമില്ല കേട്ടോ. മുമ്പ് എനിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് അധികം ട്യൂഷൻ പിള്ളേരൊന്നുമില്ല. അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ ചാട്ട് മസാല ഇടാനുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് ചാട്ട് മസാല ഇട്ട്. ട്യൂഷൻ പിള്ളേർ ഇപ്പോൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് ഒത്തിരി പേരുണ്ടായിരുന്നു. കാരണം ചിലപ്പോൾ ഞാൻ എത്ര നേരമാകുമ്പോൾ ലേറ്റ് ആവില്ലേ, അപ്പോൾ അത്രയും ടൈമിന് വന്ന പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ആരും വന്നില്ലായിരുന്നു. അപ്പോൾ 3 പേര് വന്നിട്ടുണ്ട് കേട്ടോ, 3 ചെറിയ പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ മസാല ദോശക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അതേ തക്കാളി ചട്നിക്ക് വേണ്ടിയുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തക്കാളിയും
ഉരുളക്കിഴങ്ങൊന്ന് മാറിപ്പോയിട്ടോ, ഉള്ളിയാണ്. ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണുണ്ട്. കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ വഴന്ന് വന്നാൽ ചൂടാറിയിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതേ എൻ്റെ ഇവിടെ പരിപ്പൊക്കെ അതിൻ്റെ ഇടയിൽ വെന്തും കിട്ടിയിട്ടുണ്ട്. എന്തായാലും പിന്നെ ചോറിൻ്റെ പണി ഇല്ലാത്തതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. മറ്റേ ചോറും കറിയാക്കണമല്ലോ. പക്ഷേ ഇതും ഒരു ടൈമിങ് തന്നെയാണ് കേട്ടോ. കാരണം ഇതും ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ 8:15 ഞാനും മുമ്പത്തെ പോലെ എപ്പോഴും പോലെ തന്നെ ഞാൻ എടുത്ത് ചോടലാണ്. ബസ് പോകുമെന്നും പറഞ്ഞിട്ട് സമയം പോകുമെന്ന് പറഞ്ഞിട്ട് ഓടലാണ് എൻ്റെ. അവിടെ ഇഡ്ഡലിയൊക്കെ ആയി. ഇഡ്ഡലിയും അവിടെ വെച്ച് ഇനി രണ്ടാമത്തെ തട്ടും ഞാൻ വെച്ച്. അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ടാണ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കറൊക്കെ കണ്ടില്ലേ. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, ഞാൻ എന്ത് വെച്ചാലും ഇങ്ങനെ തെറിച്ച് വരും. എനിക്ക് ദേഷ്യമാണ് ഈ കാര്യം. അടുപ്പൊക്കെ ചീത്തായി പോവും കുറേ കഴിയുമ്പോൾ. ഇങ്ങനെ നമ്മളെല്ലാം കഴിയുമ്പോൾ അത് ഉണങ്ങി ഇരുന്ന് ഭയങ്കര പാടായിരിക്കും പിന്നെ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഞാൻ അടിച്ചോടെ മിക്സിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വഴറ്റെണ്ണയാണ് സാമ്പാറിനുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം ഇതുണ്ടായിരുന്നു, ക്യാരറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതും വേവിക്കാനിട്ട് പിന്നെ കടുക് പൊട്ടിച്ച് വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണത്. ഇതൊരു നല്ലൊരു സാമ്പാർ പൊടിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടുന്ന് ഞാൻ അന്നൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു അമ്മൂൻ്റെ പാർപ്പിടത്തിൽ ഞാൻ സാധനങ്ങളെല്ലാം മേടിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ പാലസ് റോട്ടിലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സാമ്പാർ പൊടി, നല്ലൊരു ടേസ്റ്റാണ് ഈ സാമ്പാർ പൊടിക്ക്. അപ്പോൾ ആ സാമ്പാർ പൊടിയും കൂടെ അതിൻ്റെ അകത്തൊന്ന് വഴറ്റി പിന്നെ നമ്മുടെ പുളി വെള്ളവും കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഞാനപ്പോൾ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഷലിനൊക്കെ ഇടയ്ക്ക് ഞാൻ വിളിച്ച് ചൂടുവെള്ളമൊക്കെ ഇഷലിന് കൊടുത്ത്. കാരണം സ്കൂളിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഒട്ടും വയ്യാണ്ടെങ്കിൽ പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ സ്കൂൾ വെറുതെ മുടക്കണ്ടല്ലോ എന്ന് വിളിച്ച് ഞാൻ വിട്ട്. കാരണം തൊണ്ടവേദനയാണ്. പിന്നെ മരുന്നൊക്കെ ചെറുതായിട്ട് ചുമയൊക്കെ ഉണ്ടായിരുന്നു. ചുമൻ്റെ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷലിനുള്ള ചൂടുവെള്ളം ഞാനിത് ഇവിടെ വെച്ചേക്കണേണ്. അപ്പോൾ ചൂടുണ്ടാകുന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. ഞാൻ ആ കൈ വെച്ചിട്ട് നോക്കിയത്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ വഴറ്റി വെണ്ടയ്ക്കൊക്കെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി മസാല ദോശ ഇതാണ് എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ വെക്കണ സാമ്പാർ. പക്ഷെ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചിട്ട്. അധികം പച്ചക്കറിയൊന്നും ഞാൻ ഇടൂല. ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും മാത്രമേ ഇവിടെ പോകുള്ളൂ കേട്ടോ. പച്ചക്കറി ഇട്ട് കഴിഞ്ഞാലില്ലേ ഇങ്ങനെ പച്ചക്കറിയൊക്കെ നീക്കി ആ ചാറ് മാത്രമേ എടുക്കുള്ളൂ ഈശ്വരൻ. അപ്പോൾ മസാല ദോശൻ്റെ കൂട്ടും റെഡിയായി. ഇനി നമുക്ക് ദോശയും കൂടെ ചുട്ടെടുത്താൽ മതി. ചമ്മന്തി ഞാൻ പറഞ്ഞല്ലോ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തക്കാളി ചൂടാറിട്ട് അതും കൂടെ ഒന്ന് താളിച്ചാൽ മതി. ഇപ്പം ഇതും കൂടെ എല്ലാം കഴിയുമ്പോൾ നമ്മുടെ ദോശയാണ് ലാസ്റ്റത്തെ പണി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ചെയ്ത്. നല്ലൊരു ടേസ്റ്റാണ് ഈ ചമ്മന്തി. ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ ഇടാട്ടെ. നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അത്. ഇഷലിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു ചമ്മന്തി. അതുകൊണ്ട് ഇഷൽ എപ്പോഴും പറയും ഇങ്ങനെയൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ ഇവിടെ എൻ്റെ ദോശ ആയതേ. അപ്പം ദോശ നല്ല നെയ്യൊക്കെ ഒഴിച്ച് ചൂടാക്കി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ മസാലക്കൂട്ടും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കൂടിയ മസാലക്കൂട്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ക്യാമറയാണ് ഇട്ടത്, ഒരു കയ്യിൽ ക്യാമറയും. അതുകൊണ്ട് തന്നെ എനിക്ക് മടക്കാൻ പറ്റുന്നില്ല. ലാസ്റ്റ് മടക്കി എങ്ങനെയാലും ടിഫിൻ ബോക്സിലാക്കി. കാരണം ടിഫിൻ കൊണ്ടുപോകാനാണല്ലോ. അപ്പോൾ വലിയ ടിഫിനാണെങ്കിൽ ഇന്ന് നീളത്തിലോട്ടല്ല, അത് കുഞ്ഞു ടിഫിൻ ആയതുകൊണ്ട് അതൊന്നും കൂടെ മടക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ദോശയും ഇവിടെ റെഡി ആക്കണമെങ്കിൽ അപ്പോൾ എനിക്കും മിഷലിനും ഇത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഒന്നും കൊണ്ടുപോകണില്ല, ഇത് തന്നെയാണ് കൊണ്ടുപോകണത്. 2 or 3 കൊണ്ടുപോകും. കാരണം ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഒരു എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ അടുത്തതും ഞാൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് എനിക്കൊരു പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്തത്. ഇഷലിന് ഞാൻ 3 എണ്ണം കൊടുത്തു. ഇഷലിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഷെയർ ചെയ്യട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ചമ്മന്തി ഞാൻ വേറൊരു പാത്രത്തിലല്ല, ഞാൻ അതിൽ തന്നെ ഒഴിച്ച്. സാമ്പാർ ഞാൻ വേറൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷലിന് സാമ്പാർ വേണ്ടാന്ന് പറഞ്ഞു, ഈ ഒരു ചമ്മന്തി മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ സമയം നോക്കിയപ്പോൾ ടൈമായിട്ട്. കാരണം ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഇഡ്ഡലിയൊക്കെ കഴിച്ച്. അപ്പോൾ ഞാനും അതിൻ്റെ ടിഫിൻ ബോക്സൊക്കെ മൂടി വെക്കണേണ്. അപ്പോൾ ഇഷലിനുള്ളതും അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷലിന് വേറൊരു പാത്രത്തിൽ ചട്നി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എൻ്റെ
പണിയൊക്കെ കഴിച്ച് അവിടെ അടുപ്പൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ അതേ പോവാൻ വേണ്ടിയിട്ട് പോകണേണ്. അപ്പോൾ അതേ ഞാൻ ബസ്സിൽ കയറി. എൻ്റെ ബസ്സൊക്കെ വന്ന് ബസ്സിലിരുന്ന് അപ്പോൾ തന്നെ അതേ മഴയൊക്കെ ഉണ്ട്, ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴും ഈ മഴ പെയ്യണ സമയത്ത് ഭയങ്കര പാടാണ് ബസ്സിലിരിക്കാൻ, ആകെ നനഞ്ഞിട്ടായിരിക്കും. എല്ലാവരും കുടയൊക്കെ പിടിച്ചിങ്ങനെ വരുമ്പോൾ നനയും ഡ്രസ്സൊക്കെ കിടന്നിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉച്ചക്കത്തെ സീനാണ് കേട്ടോ ഇത്. ചിലപ്പോൾ ഇശൽ ഇപ്പോഴായിരിക്കും, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്തായിരിക്കും ഇശൽ ഇത് കാണുന്നത്. ഇതെൻ്റെ ഒരു അടുത്തുള്ള ആൾ കൊളീഗ്, അതായത് എൻ്റെ ഒരു കൂട്ടുകാരി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പുള്ളി എനിക്കും കൂടെ ഒരു ബാക്കി വെച്ചതാണ്. എൻ്റെ അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞിട്ട്, ചേച്ചി കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇത് കാണുമ്പോഴായിരിക്കും കേട്ടോ ഇശലിന് ഇനി ദേഷ്യം കയറണത്, ഉമ്മി ബിരിയാണി എന്നല്ലേ എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇശലിൻ്റെ അടുത്തുണ്ട്, അപ്പോഴായിട്ട് ഇശൽ കണ്ട്. ഇതിപ്പോൾ ഇതേ വീഡിയോ ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഓഫീസിൽ നിന്നൊക്കെ വന്ന് തിരിച്ചു വന്ന് ഇനി നാളത്തേക്കുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പോൾ അതേ ഒരു ഈത്തപ്പഴം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ എടുത്തെന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ചിരിക്കാൻ കാരണം ഇശൽ അടുത്തുണ്ട്. അപ്പോൾ ഇശൽ ഇത് കണ്ടപ്പോൾ തന്നെ കൊള്ളാട്ട് ഉമ്മീന്ന് എൻ്റെ അടുത്ത് പറയണമായിരുന്നു. അപ്പോൾ അതേ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞ് ട്യൂഷനൊക്കെ കഴിഞ്ഞ് ഞാനിതേ കിടന്ന്. അപ്പോൾ ഇശലിന് എന്തോ ഹോംവർക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ഇശൽ ഹോംവർക്ക് ചെയ്യാനാണ് ആ കാണുന്നത്. അപ്പോൾ ഞാൻ അടുത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആളിത് എവിടെ ഇരുന്ന് അപ്പോൾ ആൾ പറയുന്നുണ്ട്, ട്യൂഷൻ കഴിഞ്ഞ് വന്നാലും എഴുതണമെന്നല്ലൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പിറുപിറുത്താണ് ആളിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാനവിടെ കിടന്ന്, ഞാനൊന്നും കേൾക്കാണ്ട് അവിടെ കിടക്കണമായിരുന്നു. ഇശൽ അവിടെ രാവിലെ പോകണം ട്യൂഷന്, പിന്നെ സ്കൂളിൽ പോകണം, പിന്നെയും വന്ന് ട്യൂഷൻ പോകണം, പിന്നെയും വന്ന് ഇരുന്നിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഇതേ പ്രാന്ത് തരണുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാനും ഇശലും വരുന്നതാണ് കേട്ടോ. ബൈ.